ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ തീപ്പെട്ടി വെച്ചൊരു സ്മോക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു വലിയ തീപ്പെട്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിറച്ചും തീപ്പെട്ടി ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അത്യാവശ്യം നമ്മുടെ സാധാരണ തീപ്പെട്ടിനായിട്ട് ഇതിലൊരു നല്ല പാക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നിറച്ചും കൊള്ളിയാണ്. അപ്പോൾ നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്നുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം. അതിൻ്റെ അത് ഒരു 1K തരാണെങ്കിൽ ഈ തീപ്പെട്ടിയുടെ ഈ കൊള്ളി ഉള്ള ഈ മരത്തിൻ്റെ ഈ സാധനം വെച്ച് നമ്മളൊരു മിനി കാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് 1K എന്ന. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആവശ്യമായിട്ട് ചന്ദനത്തിരിയാണ്. അപ്പോൾ ചന്ദനത്തിരിയുടെ ആ മരുന്ന് മാത്രം നമ്മളിങ്ങനെ അതിൻ്റെ ആ കമ്പും മരുന്നും വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മരുന്നും തീപ്പെട്ടി കൂടി കത്തുമ്പോഴാണ് നല്ലോണം സ്മോക്ക് ആവണത്. അപ്പോൾ നമ്മുടെ മരുന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തീപ്പെട്ടിയുടെ ഇതും കൂടി രണ്ടും കൂടി മിക്സാക്കി അത്യാവശ്യം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോയി. അപ്പോൾ രണ്ടാമത് എഡിറ്റ് ചെയ്യാണ്. ആകെ പ്രാന്തായി. അപ്പോൾ നമുക്കിനി ഇത് ആവശ്യമായിട്ട് കമ്പിത്തിരിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ആകെ ഒന്ന് കത്തി പിടിക്കാനാണ്, മൊത്തത്തിലൊന്ന് തീയാവാൻ. അപ്പോൾ അത് നമ്മുടെ കമ്പിത്തിരിയുടെ ഇതിങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ പഠിച്ച് വരണുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അറിയണ രീതിയിലാണ്. ഞാൻ പാട്ടൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അത് കോപ്പിറൈറ്റ് ഇട്ട് കാരണം ഞാൻ അത് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കമ്പിത്തിരിയുടെ മരുന്ന് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ കളർ കിട്ടാൻ, മഞ്ഞ കളർ കിട്ടാനാണ്. വറക്കാമെന്ന് പറഞ്ഞൂടാ, അതൊരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇതും അതൊക്കെ കൂടി മിക്സാക്കി ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്മോക്കിൻ്റെ ഇതുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്ത് ബുക്കിൻ്റെ ചട്ട ഒരു മൊത്തത്തിലൊരു ടാപ്പ് അടിച്ചു. അതിൻ്റെ നമ്മൾ കത്തിക്കണ ഭാഗത്തും ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കമ്പിത്തിരിപ്പൊടി ഇടാണ് കത്തി പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കമ്പിത്തിരി നല്ലോണം പൊടിച്ച് ഏറ്റവും ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ സ്മോക്കിൻ്റെ മെയിൻ സാധനമാണ്, നമ്മുടെ തീപ്പെട്ടിയും ചന്ദനത്തിരിയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് ഇടാണ്. ഇപ്പോൾ അതിട്ടു. ഇപ്പോൾ മൊത്തത്തിലിടാണ് ഫുള്ളായിട്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മൊത്തം കാണണം. എന്നിട്ട് ഇനിയിപ്പോൾ ഏറ്റവും അവസാനവും കുറച്ച് കമ്പിത്തിരി ഇടാണ്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ബുക്കിൻ്റെ ചട്ട തന്നെ അവസാനം ടൈറ്റിൽ നമ്മുടെ ഏറ്റവും അടിഭാഗത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4 ഭാഗം കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇപ്പോൾ അതിൻ്റെ ഷേപ്പിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് നല്ല ടൈറ്റിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ക്യാമറ ഒന്നും വയ്ക്കാൻ അറിഞ്ഞൂടാ, അറിയണ രീതിയിലൊന്ന് സെറ്റപ്പാക്കി വെച്ചേക്കണതാണ്. എല്ലാവരും ക്ഷമിക്കണം. നമ്മളിനി നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതാണ്. എന്നിട്ടിപ്പോൾ അവസാനം ഒരു 75% വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്തില്ല, ആ ഭാഗത്ത് നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിക്കാനാണ്. അപ്പോൾ കുറച്ച് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അതാണ് നമ്മുടെ സ്മോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വെറുതെ കൊടുത്താൽ മതി, സാധനം കത്തും. അപ്പോൾ നല്ല രീതിയിൽ കത്തണമൊക്കെ ഉണ്ട്. അത്യാവശ്യം തരക്കേടില്ലാണ്ട് പുക വരുന്നുണ്ട്. പക്ഷെ കളറൊന്നും വന്നില്ല. പിന്നെ നമ്മുടെ ചന്ദനത്തിരി ഇട്ടത് കുറച്ച് കൂടി പോയി. അപ്പോൾ പുക വരൽ ഇതായില്ല, ആകെ ഒന്നും കത്തി പിടിച്ചില്ല. ഇപ്പം എന്താണ് നമുക്ക് പറ്റിയതെന്ന് എല്ലാം മനസ്സിലാക്കി. നമ്മളൊരു അഡാറ് സ്മോക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്മോക്കൊന്നും പാളിയിട്ടൊന്നുമില്ല, പുകയൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ അത്ര പുകയും പിന്നെ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ കളറ് അപ്പോൾ നമ്മൾ വീണ്ടും വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ടിടാം.